ജൂൺ 11 യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം അപ്പസ്തോലന്മാർ വലിയ ഉത്സാഹത്തോടും താല്പര്യത്തോടും ആവേശത്തോടും കൂടെ യേശുവിന്റെ സന്ദേശം നാടെങ്ങും പരത്തുന്നതിനു വേണ്ടി അവർ ഓടി നടക്കാൻ തുടങ്ങി. അവരുടെ സംസാര വിഷയം യേശുവിന്റെ സന്ദേശമായിരുന്നു. അങ്ങനെ പലരും തന്നെ യേശുവിനെ പറ്റി അറിയുന്നതിനും യേശുവിനെ ജീവിതത്തിൽ അവർ സ്വീകരിക്കുന്നതിനും ഇടവന്ന യേശുമാർഗം അവര് സ്വീകരിക്കാനിടവരുന്നു. അങ്ങനെ അതൊരു കൂട്ടായ്മയായിട്ട് തീരുന്നു, ക്രൈസ്തവ കൂട്ടായ്മ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രേരണയാലും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്താലും ഈ കൂട്ടായ്മ അതിവേഗം വളർന്നു. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത ഒന്നിപ്പിനു വേണ്ടിയുള്ള ഒരു പ്രവണത അവരിൽ ദൃശ്യമായിരുന്നു. പരസ്പര സഹവർത്തിത്വത്തിനുള്ള ഒരു ത്വര അവരിൽ കണ്ടു. പരസ്പരം പങ്കുവെക്കുന്നതിനുള്ളൊരു ആഗ്രഹം അവരിൽ പൊങ്ങി വന്നു. ഇങ്ങനെ ഒന്നിപ്പും സഹവർത്തിത്വവും പരസ്പരം പങ്കുവെക്കുന്ന ഒരു സമൂഹമായിട്ട് ആദിമ ക്രൈസ്തവ സഭ വളർന്നു വന്നു. ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി തീർന്നു. അവരുടെ വസ്തുവകകളെല്ലാം വിറ്റ് ലഭിച്ച പണം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് ആ സമൂഹത്തിൽ വളർന്നു വന്നു. അങ്ങനെ പൊതുവായിട്ടുള്ളൊരു ജീവിത രീതിക്ക് സ്വാഭാവികമായിട്ട് ഒരു രൂപം അവരുടെ ഇടയിൽ വന്നു. അത്തരത്തിൽ യേശുമാർഗം ജീവിതത്തിൽ സ്വീകരിച്ച സൈപ്രസുകാരനായ ഒരു ലേവ്യനായിരുന്നു ശ്രദ്ധേയനായിട്ട് തീർന്ന യൗസേപ്പ്. അദ്ദേഹത്തിന്റെ സ്വത്തുവകകളെല്ലാം വിറ്റ് സ്ലീഹന്മാരുടെ പാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ കൂട്ടായ്മയിൽ ഒരാളായിട്ട് തീരാനിടവന്നു. അദ്ദേഹത്തെ ആ കൂട്ടായ്മയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സ്ലീഹന്മാരാണ് അദ്ദേഹത്തിന് ബർണബാസ് എന്ന് നാമം നൽകിയത്. ദൈവത്തിന്റെ ആശ്വാസപുത്രൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അദ്ദേഹം വളരെ ആവേശത്തോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും ആത്മാർത്ഥതയോടും കൂടെ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. ആദ്യകാലത്തൊക്കെ ഈ ക്രൈസ്തവ സമൂഹത്തിന് താത്വികമായ ഒരു അടിത്തറ പണിയാൻ ആരംഭം കുറിച്ച പൗലോസിന്റെ കൂടെയായിരുന്നു ബർണബാസ് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങിയത്. അത് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു പ്രയാണമായിരുന്നു. സഭയിലെ ആദ്യത്തെ സൂനഹദോസ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ജെറൂസലം കൗൺസിൽ വരെ പൗലോസും ബർണബാസും സഹപ്രവർത്തകരായിട്ട് നീങ്ങിയവരാണ്. വിജാതിയരുടെ ഇടയിലുള്ള അവരുടെ പ്രഘോഷണം അവർക്ക് അത്രയേറെ മതിപ്പും ആവേശവും ജീവിതബന്ധിയുമായിട്ട് തോന്നിയതുകൊണ്ട് പൗലോസിനെ അവർ പരക്കെ വിളിക്കാൻ തുടങ്ങിയത് മെർക്കുറി എന്ന ദേവന്റെ പേര് കൊടുത്തുകൊണ്ടായിരുന്നു. ബർണബാസിനെ അവർ വിളിക്കാനിടവന്ന് ജൂപ്പിറ്റർ എന്ന മറ്റൊരു ദേവന്റെ പേരിലും ബർണബാസ് അറിയപ്പെടാനിടവന്നു. എന്നാൽ ജെറൂസലം സൂനഹദോസ് കഴിഞ്ഞതിനു ശേഷം അധികം താമസിക്കാതെ തന്നെ ജെറൂസലത്ത് ഒരു പഞ്ഞം പിടിപെട്ടു. ദാരിദ്ര്യം പടർന്നു. ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ബർണബാസ് അന്ത്യോക്യയിലെ സഭയിലേക്ക് കൂട്ടായ്മയിലേക്ക് പോകുകയും അവിടെ നിന്ന് വിഭവങ്ങൾ സമാഹരിച്ച് ജെറൂസലം കൂട്ടായ്മയിലേക്ക് നൽകിയെന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു. അങ്ങനെ ബർണബാസ് തന്റെ പ്രേക്ഷിത പ്രവർത്തനം പൗലോസ് കൂട്ടുകെട്ടിൽ നിന്ന് മാറി സ്വന്തം നാട്ടിലേക്കും മറ്റ് ദേശങ്ങളിലേക്കും യേശുവിനെ പ്രഘോഷിക്കുന്നതിനു വേണ്ടി പോയി. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അദ്ദേഹം ചെന്നുപെട്ടത് സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു. അവിടെ യേശുവിനെ പറ്റി വലിയ ഉത്സാഹത്തോടുകൂടെ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവർഷം 61-ാം ആണ്ടിന് മുമ്പായി അദ്ദേഹം രക്തസാക്ഷിത്വ മകുടം ചൂടിയെന്നാണ് ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുന്നത്. ഈ രക്തസാക്ഷിയുടെ ഈ തീഷ്ണവാനായ പ്രേക്ഷിതന്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്.